പാകിസ്ഥാൻ സർക്കാരിനെ വട്ടം കറക്കി ആഗോള മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി ദ റിയൽ കൊക്കെയിൻ ക്യൂൻ ഒടുക്കം പിടിയിൽ. കറാച്ചി കേന്ദ്രീകരിച്ച് വൻ ലഹരി റാക്കറ്റാണ് 30 വയസ്സുകാരിയായ ആൻമോൾ എന്ന പിങ്കി കെട്ടിപ്പടുത്തുയർത്തിയത്. കൗമാരകാലം തൊട്ട് ലഹരി മാഫിയ സംഘവുമായി ബന്ധം സ്ഥാപിച്ച പിങ്കി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ് റാക്കറ്റിന്റെ പ്രധാനക്കാരിയാകുന്നത്. സ്വന്തം ബ്രാൻഡിൽ തന്നെ ഈ ആഗോളതലത്തിൽ MDMA വിൽക്കുന്ന പ്രധാനിയാണ് ഇപ്പോൾ പിങ്കി. പ്രായപൂർത്തിയാകും മുമ്പ് ലഹരി ഉപയോഗം, MDMA അടക്കമുള്ള മാരക രാസലഹരിയിൽ മുങ്ങിയ കൗമാരം. 18-ാം വയസ്സിൽ തന്നെ പാകിസ്ഥാനിലെ പ്രധാന ഡ്രഗ് ഡീലേഴ്സുമായി അടുത്ത ബന്ധം. 30-ാം വയസ്സിൽ ലോകമാകെ പടർന്നു പന്തലിച്ച ആഗോള ഡ്രഗ് മാഫിയയുടെ പ്രധാനി. സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമാണ് കറാച്ചിയിൽ 1995-ൽ ജനിച്ച ആൻമോൾ എന്ന പിങ്കിയുടേത്. തന്റെ 22-ാം വയസ്സിലാണ് ആദ്യമായി പിങ്കി പോലീസിന്റെ പിടിയിലായത്. പിന്നാലെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ജാമ്യത്തിലിറങ്ങി. ഇതോടെ പിങ്കി എന്ന പേര് പാകിസ്ഥാനിൽ വ്യാപകമായി കേട്ടുതുടങ്ങി. പിന്നീടങ്ങോട്ട് മാഫിയയിലെ പ്രധാനികളെയെല്ലാം കീഴ്മേൽ മറിച്ചുകൊണ്ടായിരുന്നു വളർച്ച. എന്തിനേറെ പറയുന്നു, ക്വീൻ മാഡം പിങ്കി എന്ന പേരിൽ സ്വന്തമായി ലഹരിക്കൊരു ബ്രാൻഡ് തന്നെ തുറന്നായിരുന്നു വിപണനവും കടത്തുമെല്ലാം. മൊബൈൽ ലഹരി നിർമ്മാണ കേന്ദ്രം ഉൾപ്പെടെ പിങ്കി സജ്ജമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി, മുൾട്ടാൻ തുടങ്ങിയ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വൻ മയക്കുമരുന്ന് മാഫിയയെ നിയന്ത്രിച്ചിരുന്നതും പിങ്കിയായിരുന്നു. ചൊവ്വാഴ്ച കറാച്ചിയിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് പിങ്കി പിടിയിലായത്. പിടിയിലാകുമ്പോൾ അത്യാധുനിക തോക്കുകളും കോടിക്കണക്കിന് രൂപ വില വരുന്ന കൊക്കെയിൻ അടക്കവും പിങ്കിയുടെ കൈവശമുണ്ടായിരുന്നു. പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് മാഞ്ഞു നിൽക്കാൻ പലപ്പോഴും ആസിഡ് ഉപയോഗിച്ച് വിരലടയാളം അടിക്കടി മായ്ച്ചായിരുന്നു പിങ്കിയുടെ യാത്രകളേറെയും. പ്രദേശത്തെ ഇരുചക്രവാഹനം സ്വന്തമായുള്ള സ്ത്രീകളെ ഉപയോഗിച്ചായിരുന്നു പിങ്കിയുടെ ലഹരിക്കടത്ത്. പോലീസ് ചെക്കിംഗ് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സ്ത്രീകളെ ഉപയോഗിച്ച് ലഹരിക്കടത്ത് നടത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പിടിയിലായ, കോടതിയിൽ ഹാജരാക്കിയ പിങ്കിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. ആഗോള ലഹരി റാക്കറ്റിലെ പ്രധാനിയെ ഒരു കൈവിലങ്ങ് പോലും അണിയിക്കാതെയാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സംഭവത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പാകിസ്ഥാൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പിങ്കിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത് ബലപ്പെടുത്തുന്നതാണ് പിങ്കിക്ക് സ്റ്റേഷനിലും കോടതിയിലും ലഭിക്കുന്ന VIP പരിഗണന. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.